ഈ ത്രേസ്യ കുട്ടി ഇല്ലെങ്കിലോ? അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. എന്താ? അല്ല എനിക്ക് ആലോചിക്കേണ്ടി വരും. അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചാരുടെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നേ, അതാവുമ്പോ ഒരു കുടുംബം പോലും നശിക്കുള്ളായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അത് നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. നീ ഇനി നമ്മുടെ മക്കളൊക്കെ വരാറായി, നമുക്ക് കട്ടിയുള്ള കേക്കൊക്കെ എടുത്തിട്ട് വാ. നീ ഇവിടെ ചെല്ലി ഇപ്പൊ വരാം. അപ്പച്ചൻ പോയില്ലേ? ഇല്ല. അപ്പൊ അമ്മച്ചി എന്താ പോയ അപ്പച്ചി നിങ്ങൾ ആരെ പോയ ശരിക്കും? എന്താ നിനക്ക് പറ്റിയത്? പിന്നെ എന്തിനാ എമർജൻസി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത്? ഇവിടെ കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാമ്പ് വേണം, അതുകൊണ്ട് വരാനില്ല നിന്നോട് ഞാൻ പറഞ്ഞോളൂ. അല്ല, നീ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? വെറോണിക്കനെ കൊണ്ടുവന്നില്ലേ? വെറോണിക്ക അവിടെ തിരക്കല്ലേ? എന്താ തിരക്ക്? വെറോണിക്ക അവിടെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? എന്താ പഠിക്കുന്നത്? അവക്ക് ഒരു 10-16 ഭാഷ നമ്മള് കൈകാര്യം ചെയ്യുമല്ലോ. 16 ഭാഷ അറിയാമോ? നിന്നെ സമ്മതിക്കണോട്ടാ. ഒറ്റ ഭാഷ അറിയാവുന്ന ഇവളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ ഉണ്ട ചീത്ത വിളി കഴിക്കുന്ന ഭാഷ എനിക്ക് വിഷയമല്ല. അപ്പച്ചന്റെ മോളല്ലേ, എനിക്ക് ഒറ്റ ഭാഷയിൽ അറിയാവുള്ളൂ. മിടുക്കൻ. അതെ, നിന്നെ വിളിച്ചു വരുന്നത് വേറൊന്നുമല്ല, അപ്പച്ചന്റെ അമ്മച്ചിന്റെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പൊ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ടി നമുക്ക് ഇന്നൊന്ന് ആഘോഷിക്കണം. മോളിക്കുട്ടിയൊക്കെ ഇപ്പൊ വരും. അയ്യോ, മോളിക്കുട്ടിയും സണ്ണിക്കുട്ടിയും വന്നു. എവിടെ? നോക്കടി, അലിയന്മാരുടെ സ്നേഹം നോക്കടി. ഇതാണ് നിന്റെ ആങ്ങളെ കണ്ടു പഠിക്കേണ്ടത്. ഇത് പറഞ്ഞു നമ്മളായി ഈ കറുപ്പാച്ചിനെ കെട്ടിച്ചു കൊടുക്കണ്ട ഞാൻ പറഞ്ഞാലേ. മർമ്മൊന്ന് കാണിക്കാവോ? നിന്റെ മർമ്മൊന്ന് കാണിക്കാവോ? എടാ, എന്താ പ്രശ്നം? എന്താ എന്റെ അപ്പച്ച ഇവൻ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞോണ്ട് നടക്കുന്ന എന്നാന്നറിയോ? എന്നാ പറഞ്ഞു? എന്റെ അമ്മച്ചി ഇവൻ പറയാ, എനിക്ക് ഗൾഫിലുണ്ടല്ലോ ഒട്ടകത്തെ കറക്കുന്ന പണിയാണെന്ന്. എന്റെ ഈ പാവച്ചാരുണ്ടല്ലോ അവിടെ ഈത്തപ്പന കയറുന്ന പണിയാണെന്ന്. അതൊക്കെ മോശമായി പോയടാ. ഞാൻ പറഞ്ഞോ സത്യസന്ധമായിട്ട് വർത്താനം പറയണ. സത്യത്തിൽ എന്താ നിൽക്കുക അവിടെ പണി? എന്റെ അപ്പച്ച ഈ ഒട്ടകത്തെ കറക്കണ ഞാനാ. ഇവിടെ ആ തെങ്ങുമ്പേ കയറുന്നത് അറിയാമോ? പറഞ്ഞോണ്ട് വിഷമമുണ്ടെന്നേ. ഇവരെന്നാ പണിന്ന് ചോദിച്ചു? ഇവന് അമേരിക്കയിൽ ഇവരെന്നാ പണിന്ന് ചോദിച്ചു? ഞാൻ സേവ് ന്യൂയോർക്കില് ഡിപ്പാർട്ട്മെന്റില്ല. അവൻ ഓഫീസിലാണ്. സേവ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ മുനിസിപ്പാലിറ്റി കൂത്തുവാറിലാണെന്ന പണി അറിയാവോ? മൊത്തമൊന്നുമില്ല, ഫുട്പാത്ത് മാത്രം. അതെ, വിളിച്ചു വന്നേക്കാൻ എന്നാ കാര്യം എന്താ? അതെ, അപ്പച്ചന്റെ അമ്മച്ചിയുടെ 40ാമത്തെ വിവാഹവാർഷികമാണ്. അതൊന്നും മക്കളായിട്ടൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് സമയം ഒട്ടും പാഴാക്കണ്ട. കേക്ക് മുറിക്കാനുള്ള പരിപാടി. അയ്യോ, ഉദ്ഘാടനച്ചപ്പനുണ്ട്. കേക്കിൽ തൊട്ട് പോകരുതാ. ഞാനില്ലാതെ കുംഭസാരം നടത്തിയാൽ ഞാൻ ക്ഷമിക്കും, കുർബാന നടത്തിയാൽ ക്ഷമിക്കും. ഞാനില്ലാതെ ഫുഡ് അടിച്ചാൽ ക്ഷമിക്കില്ല. ഫുഡിന്റെ പരിപാടി തുടങ്ങിയില്ല. നീ ദൂരെ പോകുക, നീ ദൂരെ പോകുക. നിന്നെ പോലുള്ള ജീവികളാണ് ഇവിടെ നിപ്പ വരട്ടുന്നത്. ദൂരെ പോകൂ, ദൂരെ പോകൂ. അയ്യാറ്റ വവ്വാലല്ല, വക്കീൽ. വവ്വാലിലും വായുണ്ട്, വക്കീലിലും വായുണ്ട്. നീ ഇപ്പൊ വായുവിലൂടെയാണ് പകരുന്നത്. നീ വായടിച്ചു മാറി നിൽക്കുക. അയ്യോ, ഞാൻ പോക്കാൻ
കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ പോത്താണെന്ന്. അഡ്വക്കേറ്റ് പോത്തൻ. ഓ, അഡ്വക്കേറ്റുമാരിൽ പോത്തനുണ്ടോ? അഡ്വക്കേറ്റ് കുഞ്ചറിയ പോത്തൻ മാക്കാച്ചി പറമ്പടി. എങ്കിൽ അഡ്വക്കേറ്റ് മാക്കാച്ചി അങ്ങോട്ട് മാറി നിൽക്കും. അച്ഛോ, ഓ ഞങ്ങളുടെ കുടുംബമൊക്കെയില്ല. എങ്കിൽ കട്ട് ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാം. അന്നാ ഞങ്ങൾ കുറിക്കട്ടെ. സെൻട്രലിൽ നിൽക്കോ. ആ, സെൻട്രലിൽ. ലേസ്യ, ഇങ്ങോട്ട് മാറി നിൽക്കോ. അടുത്ത് നിൽക്കാം. മാറി നിൽക്കോ. അച്ഛൻ രണ്ടുപേരും ദൈവത്തെ നന്നായിട്ട് ധ്യാനിക്കുക. കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക. 2 പീസ് കട്ട് ചെയ്യുക. ഒന്നും കൂടി. രണ്ടുപേരും ഓരോ പീസ് കയ്യിലെടുക്കും. എടുക്കും. 2 പീസും 2 കയ്യിലെടുക്കും. എടുത്തോ. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കൂ. അത് ശരിയാവില്ല. അത് ശരിയാകില്ലേ? ഇതിൽ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിൽ വെക്കൂ. ഞാൻ ഇതെടുത്തോളാം. എല്ലാവർക്കും വേണ്ടത് കൈയടിക്കും. എന്തായാലും 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വർക്കിച്ചായൻ അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില്ല. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛാ 1 മിനിറ്റ്. വെറോണിക്ക അമേരിക്കയിൽ നിന്ന് ലൈവിലുണ്ട്. ലൈവ് എല്ലാവരും കാണട്ടെ. അവനെടുത്താ ലൈവിൽ എന്നെ കിട്ടില്ല. അച്ഛനെടുത്ത് നിന്നെ വേണ്ട. അമേരിക്കക്കാർ മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുക. അവർക്ക് ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ ഈ വർക്കിച്ചിനെ പരിചയപ്പെടുന്നത് 1987-ലാണെന്ന് തോന്നുന്നു. 70-ല. അപ്പോൾ 1977. അങ്ങനെ ഞാൻ ഇവിടെ ഈ വികാരിയാക്കി ചോദിച്ചിരുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി പള്ളിമേടയിലേക്ക് ഈ വർക്കിച്ചൻ എന്ന് പറയുന്ന ഈ മാന്യൻ കയറി വരികയുണ്ടായി. ഈ മാന്യൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, എന്തൊരു മാന്യൻ, എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കപ്പ കട്ടുപാർക്കിടുന്നവനാണ് ഈ വർക്കിച്ചെന്ന് പറഞ്ഞ വെരിച്ചാടി. അന്ന് ഞാനും കപ്പിയാരും കൂടി ഒരു മൽപിടുത്തത്തിലൂടെ ഈ വർക്കിച്ചനെ ഞങ്ങൾ പിടിച്ചു. തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി. നാട്ടുകാരും തല്ലി. പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കണം, ഞങ്ങൾ തല്ലിക്കഴിഞ്ഞു പോയപ്പോൾ ആ കെട്ടടിച്ച് കെട്ടിയിട്ട് തെങ്ങിൽ കയറി തേങ്ങ കട്ടവനാണ് ഈ തേങ്ങാക്കള്ളൻ വർക്കി. അങ്ങനെ കപ്പയും തേങ്ങയും കെട്ട് മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർക്കി പെരിച്ചാടിക്ക് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതിലും ഭേദം ഒരു നീറ്റെടുത്ത് എന്റെ തെക്ക് വെക്കണമായിരുന്നു. അച്ഛൻ എന്റെ വീട്ടിലോട്ടൊന്ന് വരണം. എന്നാത്തിനോ? ഞാനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചു. ഭർത്താവേ, സാധാരണ പുതിയ വണ്ടി മേടിക്കുമ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് വെഞ്ചരിക്കാൻ. ഇത് പട്ടീനെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ? ശരി ശരി വരാം. പട്ടി കടിക്കുമോ? അല്ല, അത് കടിക്കുമോന്നറിയാൻ വേണ്ടി അച്ഛൻ വരാൻ പറഞ്ഞു. എന്നാ പട്ടീനായിട്ട് കടിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ, ഞാൻ വരത്തില്ല. അപ്പോഴേ അപ്പച്ചനും അമ്മച്ചിക്ക് എന്നാ ആഗ്രഹം എന്ന് വെച്ചാൽ പറഞ്ഞോ, ഞങ്ങൾ സാധിച്ചു തരാം. എന്ത് വേണേലും പറഞ്ഞു. അച്ഛൻ പറ. നീ പറഞ്ഞാ മതി. അച്ഛൻ പറ. നീ അങ്ങ് പറയുന്നു. ആരെങ്കിലും ഒന്ന് പറ. ഒരു ആഗ്രഹം പറയാനാണോ ചോദിയല്ലേ കല്യാണം കഴിച്ചത്? അതെ. നമ്മുടെ കല്യാണം വീഡിയോയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ. ഒന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ കല്യാണം ഒന്ന് വീഡിയോയിൽ പിടിച്ച് എനിക്കൊന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. അതെ, നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരാഗ്രഹം. നിങ്ങളുടെ അമ്മച്ചിനെ ഞാൻ വിളിച്ചോട്ട് വന്നതാണ്. അപ്പൊ അക്കാലത്ത് വീഡിയോ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഒന്നുകൂടി വീഡിയോ കൂടെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണണം. വകുപ്പുണ്ട്. സെക്ഷൻ 456, 271, 326, 66. അങ്ങനെ അങ്ങ് പറഞ്ഞു പോലെ കടങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതുകൂടെ ഒന്ന് വിളിച്ചുകൊണ്ട കാര്യമുണ്ടോ? ഇതങ്ങനല്ല. ഇവര് വീണ്ടും വിവാഹം കഴിക്കണം. ഞങ്ങൾ വിവാഹം കഴിച്ചേക്കണമാണല്ലോ. അല്ല, അത് സാരമില്ല. 2ാമത് നമുക്ക് വിവാഹം കഴിക്കാം.
അതെ ഇപ്പഴത്തെ ബന്ധോ ഇപ്പഴത്തെ ബന്ധം അമ്മയും ഇപ്പൊ ഡിവോഴ്സ് അത് ചെയ്യണം. ഡിവോഴ്സ് ഒക്കെ നടക്കുമോ? പിന്നെ നടക്കും. ഇന്ന് രാവിലെ ഞാൻ ഒന്ന് നടത്തിയിട്ടല്ലേ വന്നത്. എന്റെ അങ്ങനെ നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത് സാധാരണ? അതെ, കഴിഞ്ഞ 32 വർഷമായിട്ട് എന്റെ പെണ്ണുപിള്ള എന്റെ പാത്രം കൊണ്ടെരിയുക. പാത്രം കൊണ്ട് 32 വർഷമായിട്ട് പാത്രം കൊണ്ടെറിയുന്ന പാത്രം കൊണ്ടെറിയുക. എന്നിട്ട് ഇന്നാണോ ഡിവോഴ്സിന് പോയത്? അല്ല, അത് ഈ അടുത്ത കാലത്ത് അവർക്ക് ഉന്നം കിട്ടിയത്. അതെ, അല്ലെന്ന് ഇത് ഡൈവോഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കണം. നടക്കണ കേസാണ് ഇത് പെട്ടെന്ന്. അന്നേരം വീഡിയോ എടുക്കാം. ശരിയാ, അത് കല്യാണം കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണല്ലോ, ഫോട്ടോ എടുക്കണോ, അന്ന് ലവ് സീൻ പിടിക്കണോ, അന്ന് എന്താ ചെയ്യേണ്ടത് പറയും. അപ്പൊ അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ടൊന്നും ഇവിടെ ഇവിടെ ഉടനെ എന്നെ കല്യാണം കഴിപ്പിക്കോ? ഒപ്പല്ല കുരിശ് വരയ്ക്കാൻ. ഓക്കെ, താങ്ക്സ്. സെക്ഷൻ 446 പ്രകാരം ലീഗലി യുവർ ഓണർ മൈ കക്ഷിക്കാരൻ ഈസ് നോട്ട് അറ്റാൽ കുറ്റക്കാരൻ. നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. മൈ കക്ഷിക്കാരൻ ഈസ് നോട്ട് അറ്റാൽ കുറ്റക്കാരൻ. അതിൻ പ്രകാരം ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡൈവോഴ്സ് ആയി. എന്താ വിളിച്ചത്? അച്ചായ എന്ന് വിളിക്കരുത്. ഇപ്പൊ നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങൾ ഇതിൽ വേർപിരിച്ചിരിക്കുകയാണ്. അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണ്. അന്യ സ്ത്രീ ഒരിക്കലും അന്യ പുരുഷനെ അച്ചായ എന്ന് വിളിക്കാൻ തിരിസഭ സമ്മതിക്കില്ല. അല്ല, അവളെന്നെ കിട്ടിയതാണെങ്കിൽ ഡിവോഴ്സ് ആയി. കാര്യമില്ല. ഇനി നിങ്ങൾ അടുത്തടുത്ത് നിന്നാൽ പോലും അത് അനാവശ്യമാണ്. അല്ല, അനാവശ്യം, അനാശാസ്യം. ഒരു കാര്യം പറഞ്ഞു, അന്യ ആണക്കള്ള് നടത്തുന്ന ചീത്തപ്പേരുണ്ടാക്കണോ? മാറി നിന്റെ അപ്പ ഞങ്ങളുടെ അമ്മച്ചിയെ കെട്ടണമെങ്കിൽ ഞങ്ങളുടെ പെണ്ണ്, ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന പെണ്ണാണ്, നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ചെറുക്കനാണ്, അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരാളാണ് ഞങ്ങളുടെ പെണ്ണ്. അതിനിപ്പോ ചേരുന്ന രീതിയിലുള്ള കല്യാണമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരന്റെ കുടുംബത്തിലുള്ള ഒരു ചെറുക്കനാണ് നിൽക്കുന്നത്. മനസ്സിലായോ? എന്ത് തരും നിങ്ങളെ പെണ്ണു വീട്ടുകാർ? പെണ്ണു വീട്ടുകാർ എന്ത് തരും നിങ്ങൾക്ക്? ഈ മണമോണാഞ്ചൻ ചെറുക്കൻ എന്നാവുന്ന നന്ദി എന്ത് ഗുണമുണ്ടാ ഈ പെണ്ണ്? നിൽക്കണ കാതല ഉള്ള അത്ര എനിക്കൊന്നും വേണ്ട, ഞങ്ങളെ കെട്ടിച്ചാ മതി. എന്നെ കോഴിന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ചെറുക്കൻ എവിടെ കിട്ടാനോ? നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണിനെ വേണ്ട. പെണ്ണ് വീട്ടിൽ നിന്ന് മൂത്ത് തടച്ചോട്ടെ, എല്ലാം മൂത്ത് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്നോളാം. അതിന് എഴുതി കൊടുക്കാനുള്ള നീ പോടി, നീ പണയക്കാരാ പോടി. ഞാൻ വരില്ല. രണ്ടുപേരെ കൊണ്ടൊക്കെ വരുത്തുള്ളൂ. ഞങ്ങള് പിന്നെ കെട്ടി, ഒരുത്തന്റെ സഹായമില്ലാതെ ഞങ്ങള് കെട്ടി. ഇത് വല്ലാതെ ചതിയായി പോയല്ലോ. അപ്പൊ ഒരു കാര്യം, എന്നാണേലും നിങ്ങൾ എല്ലാം കഴിച്ച കാര്യങ്ങളൊക്കെ ശരി. ഇനി മക്കൾക്കുള്ള വീട് എന്നാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ തിരിച്ചു തന്നേരം. അതൊക്കെ മക്കൾക്കുള്ളതാണല്ലേ? അതറിയാം. ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉള്ളതൊന്ന് പറഞ്ഞു തരാം. ഞങ്ങൾ എന്തായാലും രണ്ടാമത് കെട്ടിയതാണല്ലോ. അപ്പോ ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമ്പോ ആ മക്കൾക്ക് ഞങ്ങൾ ആ സ്വത്തുക്കൾ കൊടുത്തേക്കാം. നല്ല തീരുമാനം. മധുരം കഴിക്കും.